ഇത് ഡിസംബർ മാസമാണ്, നല്ല തണുപ്പുണ്ട് പുറത്ത്. അപ്പോൾ വാതരോഗമുള്ളവർ ഈ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഈ തണുപ്പ് കാലത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം റെയ്നോഡ്സ് ഫിനോമിനൻ. ഇത് സ്ക്ലീറോഡെർമ, MCTD അതല്ലെങ്കിൽ ലൂപ്പസ് എന്ന പേഷ്യൻസിന് സാധാരണ ഉണ്ടാവുന്ന ഒരു ലക്ഷണമാണ്. നല്ല തണുപ്പ് വരുമ്പോൾ കൈകാലുകളുടെയും വിരലുകൾക്ക് അതിൻ്റെ അറ്റത്ത് ഉണ്ടാവുന്ന നിറവ്യത്യാസവും അതിൻ്റെ കൂടെ ഉണ്ടാവുന്ന വേദനയുമാണ് റെയ്നോഡ്സ് ഫിനോമിനൻ എന്ന് പറയുന്നത്. ഇതിനെ അവഗണിച്ചാൽ അതേ സ്ഥലത്ത് തന്നെ മുറിവുകൾ ഉണ്ടാവുകയും അത് ഉണങ്ങാൻ താമസം വരികയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓൾറെഡി മരുന്ന് കഴിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ മരുന്നുകൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട സമയമായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് മരുന്നുകൾ പുതിയതായി എടുക്കേണ്ടത് ആവശ്യമുണ്ട് എന്ന് പറയാം. മരുന്നുകൾക്ക് പുറമെ തണുപ്പിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. ഗ്ലൗസ്, സോക്സ് എന്നിവയ്ക്ക് പുറമെ ഇപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ പ്ലേറ്റ് കഴുകുവാനും മറ്റും ചൂടുവെള്ളം ഉപയോഗിക്കുന്നതും അതുകൂടാതെ തുണി അലക്കുന്നതിനും ചൂടുവെള്ളം ഉപയോഗിക്കുന്നതിനും വഴി ബുദ്ധിമുട്ടുണ്ടാകാതെ അതുവഴി മുറിവുകൾ ഉണ്ടാകുന്നതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇനി അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഫോട്ടോ സെൻസിറ്റിവിറ്റിയാണ്. ലൂപ്പസ് എന്നതിൻ്റെ കൂടെ തന്നെ ഡെർമറ്റോമയോസൈറ്റിസ് എന്ന രോഗത്തിനും ഫോട്ടോ സെൻസിറ്റീവ് റാഷസ് അല്ലെങ്കിൽ തൊലിപ്പുറത്ത് കാണുന്ന പാടുകൾ സാധാരണമാണ്. നല്ല തണുപ്പ് വരുമ്പോൾ നമ്മൾക്കൊന്ന് വെയിൽ കൊള്ളാൻ തോന്നില്ലേ? അത് ഈ രണ്ട് അസുഖങ്ങൾക്കും, ലൂപ്പസിനും അതുപോലെ തന്നെ ഡെർമറ്റോമയോസൈറ്റിസിനും വെയിൽ കൊള്ളുന്നത് കൊണ്ട് അസുഖത്തിൻ്റെ കാഠിന്യം കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്, അഥവാ ഫ്ലെയർ അപ്പ് വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വെയിലിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇവർ കൂടുതൽ ശ്രദ്ധിക്കണം. കാലാവസ്ഥ പെട്ടെന്ന് മാറുമ്പോൾ, തണുപ്പിൽ നിന്നും ചൂട് വരുമ്പോൾ അല്ലെങ്കിൽ ചൂടിൽ നിന്നും തണുപ്പ് വരുമ്പോൾ ജോയിൻറ്റ് പെയിൻസ് കൂടുതലായി കാണുന്നത് എല്ലാവരും തന്നെ കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അതുപോലെ തന്നെ ഈ ടെമ്പറേച്ചർ വ്യതിയാനം വരുമ്പോൾ വേദനകൾ കൂടുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ശരീരം മുഴുവൻ കവർ ചെയ്യുന്ന ഡ്രസ്സുകൾ ഉപയോഗിക്കാം, അതുപോലെ സോക്സുകൾ ഉപയോഗിക്കാം. പിന്നെ കുളിക്കാനും മറ്റും ചൂടുവെള്ളം ഉപയോഗിക്കാം. അതുകൂടാതെ തന്നെ ചെറു ചൂടുള്ള ഭക്ഷണങ്ങൾ ശീലമാക്കാം. പിന്നെ സൂപ്പ് പോലെയുള്ള ഭക്ഷണങ്ങളും ഈ ഒരു കാലാവസ്ഥയിൽ നല്ല ഗുണം ചെയ്യും. അതുകൂടാതെ നല്ല വേദനയാണെങ്കിൽ ഹോട്ട് വാട്ടർ ബാഗ്സ് യൂസ് ചെയ്ത് പെയിൻ കുറയ്ക്കാം. പിന്നെ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, റൂമിൽ നിന്നും നല്ല തണുപ്പുള്ള മുറ്റത്തേക്കോ മറ്റോ ഇറങ്ങുമ്പോൾ ആ ഒരു നല്ല തണുപ്പുള്ള സമയത്ത് രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ ഇറങ്ങുന്നത് ഒന്ന് കുറയ്ക്കാം. ഇത് കൂടാതെ ചെറിയ വ്യായാമങ്ങളിലൂടെയും ശരീരത്തിൻ്റെ ചൂട് നിലനിർത്താൻ സാധിക്കും. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ഈ തണുപ്പ് കാലം വാതരോഗങ്ങളിൽ നിന്നും കൂടുതൽ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ശ്രദ്ധിക്കാം.